റാപ്പർ വേടനെതിരായ കേസ് ഗൂഢാലോചനയെന്ന് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ ഹരിദാസ് മുരളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് ചിലരുടെ പ്രശ്നമെന്ന് ഹരിദാസ് പ്രതികരിച്ചു. ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രമല്ല, നമ്മൾ ബെയിലിനെ അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക. മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത്. തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധാരണക്കാരനല്ലേ. നമ്മളെന്തുകൊണ്ടാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു സംശയം സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുമല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഇത് ഇത്രയും പ്രകടമായിട്ട് വന്നു തുടങ്ങിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുമ്പ് നമുക്ക് വരാറുണ്ട്. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ നിലയ്ക്കായിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, കുടുംബം ആരോപിക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. ആർക്കെതിരെയാണ് അവരുടെ ആരോപണം? അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ സ്പെസിഫൈ ചെയ്ത് അവരുടെ പരാതിയിൽ പരാമർശിക്കുന്നുണ്ടോ? ഗൂഗിൾ ആരുടെയും പേരെടുത്തു പറഞ്ഞല്ല പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ തന്നെ വേടൻ ഇക്കാര്യം അറിയിച്ചതാണ്. താനൊരു കലാകാരനാണ്, പക്ഷേ തന്നെ തകർക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ വിവരങ്ങളൊക്കെ തന്റെ പക്കലുണ്ട് എന്ന കാര്യം വേടൻ കോടതിയിൽ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം തന്നെ അത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, വേടനെതിരെ ജൂലൈ 31 തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നാലെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അതിനിടയിലാണ് വേടനെതിരെ 2 പരാതികൾ അടുപ്പിച്ച് മുഖ്യമന്ത്രിയുടെ പക്കലെത്തുന്നത്. അതിലൊരു ഗൂഢാലോചനയുണ്ട്. ആരെല്ലാമോ ചേർന്ന് വേടനെ തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരത്തിൽ സംഘടിതമായി പരാതികൾ നൽകിയത് എന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. അതിലൊരു അന്വേഷണം വേണമെന്നാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് പരാതി കൈമാറിയിരിക്കുന്നു. ആ പരാതി ഒരുപക്ഷെ DGP കൈമാറി അത് കൊച്ചിയിലേക്ക് എത്താനുള്ള സാധ്യതയുമാണ് നിലവിലുള്ളത്. ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്ന ലൈംഗിക പീഡന പരാതികളിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വേടന്റെ കുടുംബം ആരോപിക്കുന്നത്. അവരിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.